അതായത് കൊടുമ്പിരി തണുപ്പുള്ള ഒരു കാലഘട്ടം. ലഡാക്കിലേക്ക് എൻ്റെ ഒരു യാത്ര, അതും റോയൽ എൻഫീൽഡില്. സ്ലീവ്ലെസ് ബനിയ എത്തി. ഈ കള്ളി ഈ മുണ്ടാണോ? ഈ കാവ്യ മുണ്ടന്നെ. നോക്ക്, ആ കല വരണ്ട് ഐസിന്റെ. അങ്ങനെ ഞാനിങ്ങനെ റോയൽ എൻഫീൽഡിൽ ഇങ്ങനെ പോക്കാം. ലഡാക്കില് കാവ്യമുണ്ട്. ഒരു യാത്ര ഇങ്ങനെ -ഡിഗ്രിയാണ്. അതായത് മൂത്രം ഒഴിച്ച് അങ്ങനെ വളഞ്ഞിട്ട് ഐസ് പോലെ നിൽക്കും. മനസ്സിലായില്ലേ? ആ സമയത്ത് വേറെ വല്ലവരാണെന്നുണ്ടെങ്കിൽ പോകുന്ന പോക്കില് ഐസായിട്ടുണ്ടാവും. ഏത് കാരണം? എന്താ ഞാൻ ഐസാവാത്തതിന്റെ കാരണം? ഒരു സംഭവം അതല്ല, ക്ഷത്രിയനല്ലേ, ചോര തിളച്ചു മറിയല്ലേ. അതാണ് കാരണം. അങ്ങനെ ഞാനില്ലേ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്ക. സിയാച്ചാൻ കുന്നായിട്ടുണ്ടാവും. സിയാച്ചാൻ കുന്ന് ഹിമാലയത്തിന്റെ ഏറ്റവും ടോപ്പ്. ഞാൻ ഓർമ്മല്ലേ? രാമേഷേട്ടാ, നമ്മള് സിയാച്ചാൻ കുന്ന് വെറും മഞ്ഞുടിക്കട പട്ടാളക്കാരെ വരെ കയറാൻ പറ്റിയ പ്രയാസമുള്ള സ്ഥലം. അവിടെ അങ്ങ് എത്തിയതാ. അതൊരു 160 സ്പീഡിലാണ് ഞാൻ പോകുന്നത്. ഏത് ഈ കയറ്റത്തില് ഐസിന്റെ അതിൽ കൂടെ തെന്നിയിട്ടുള്ള പോക്കാ. പോകുമ്പോ ഞാനിങ്ങനെ മൂമ്പുന്നുണ്ട്. എന്റെ രാജീവേട്ടാ, ഒരുത്തങ്ങനെ ഒരു നോട്ടാ. ആരാ? കൊട്ടേഷൻ. വെറും കൊട്ടേഷനാ. ഹിമപ്പൊട്ടാമസ്. ഹിമപ്പൊട്ടാമസ് അല്ല, സോറി മാറിപ്പോയി. ഹിമപ്പൊട്ടാമസ് അല്ലേ, ഹിമക്കരടിന്ന്. ഹിമക്കരടി ഭീമൻ രഘുവിന്റെ കൂട്ടിങ്ങനെ ഒറ്റ നിപ്പാ. ഈ ഹൈറ്റും ഈ വണ്ണോ. ഇത് അത് ചെയ്യാതിരിക്കാൻ വേണ്ടിട്ടല്ല ഞാനിങ്ങനെ എന്താ ചെയ്യേണ്ടത് ഞാൻ ആലോചിച്ചിട്ട് നിൽക്കുന്നത്. പിന്നെ ഒന്നും നോക്കിയില്ല. പിന്നെ പണ്ടത്തെ കളരി എടുത്തിട്ടുണ്ടോ? കളരിയുടെ ആവശ്യമില്ലല്ലോ ഇവിടെ. വേറെ സംഭവങ്ങളുണ്ടല്ലോ. അവിടെ കളരി എടുത്തിട്ട് കാര്യമില്ല. ഞാൻ നോക്കുമ്പോ കരടി ഇങ്ങനെ നോക്കുന്നു. രണ്ടാളും കണ്ണോട് ഇങ്ങനെ നോക്കിയിട്ട് തീ ഇങ്ങനെ പാർന്നുണ്ട്. തീ കണ്ണു നോക്കല്ലേ. അങ്ങനെ നോക്കിയിട്ട് ഞാനിങ്ങനെ ആകെ എന്ത് ചെയ്യേണ്ടതെന്ന് ആലോചിച്ചിട്ട് നിൽക്കുന്ന സമയത്ത് ഈ പെണ്ണുമ്പള്ളുണ്ട് ഇങ്ങനെ ഇരുന്നിട്ട് ശ്രാജിട്ട് ഇങ്ങനെ ഉരച്ചി മൂർച്ചം കൂട്ടുന്നത്. നെഗോ സംഭവം മനസ്സിലായി. എന്തെന്നറിയാം, സ്റ്റീൽ ബോഡി അല്ലേ ഞാന്. അപ്പൊ ഉരുക്ക് പോലെ അല്ലേ. അപ്പൊ ആ മൂർച്ച പോരാ, അതിന്റെ ഡബിളാക്കി അല്ലെങ്കിൽ അതിന്റെ നാമ്പൊട്ടി പോകും, നഖം പൊട്ടിപ്പോ. അപ്പാട് ഞാനിങ്ങനെ നോക്ക. ഈ പെണ്ണുമ്പുള്ള പെണ്ണാ മനസ്സിലായ കരടീന. ഹിമക്കരടി. ഹിമ പേര് കേട്ടില്ലേ? ഹിമ. കരടി കരടി അല്ലെങ്കിൽ കരടാന്നല്ലേ വരണ്ട്. എന്നിട്ട് പെട്ടെന്ന് ഞാൻ എന്താ ഇത് മാറി നിന്നിട്ട് ഒറ്റ മൂത്രം ഒഴിക്കല. എന്താ സംഭവം? മൂത്രമൊഴിച്ച പാടി ഈ സാധനം പോലെ വളഞ്ഞ് ഈ സാധനം ഞങ്ങൾ പൊട്ടിച്ചെടുത്ത് വേഗം ഞാൻ ചെരിഞ്ഞു നിന്നിട്ട് അരയിലത്തെ ചരടില്ലേ അതങ്ങ് പൊട്ടിച്ച്. എന്നിട്ട് ഈ തട്ടത്തും ആ തട്ടത്തേക്ക് ഒറ്റ കെട്ടല വില്ലാക്കി. കരടിക്ക് കരടിക്ക് ആകെ ടെൻഷനായില്ലേ. എന്താ ചെയ്യാ, വില്ല് കിട്ടി. അപ്പൊ മുഖത്ത് ആകെ ടെൻഷൻ. കരടി ടെൻഷൻ അടിച്ചിട്ട് എന്താ ചെയ്യുന്നത്, ഇങ്ങനെ കണ്ണിന്ന് ഇങ്ങനെ വെള്ളം വരുന്നുണ്ട്. കരടിക്ക് വെള്ളം വന്നിട്ട് ഇങ്ങനെ നിക്കല്ലേ. അപ്പൊ പെട്ടെന്നുണ്ട് ഇങ്ങനെ ചിരിക്കുന്നത്, ചിരി വരുന്നു. മറ്റേ അജിത്തില്ലേ, മറ്റേ വേതാളത്തിലെ കരഞ്ഞിട്ട് ഇങ്ങനെ ആക്കിയിട്ട് ചിരിക്കുന്ന ആ ഒരു മുഖഭാവത്തിൽ ഇങ്ങനെ മൂപ്പരിങ്ങനെ കാണിക്കുന്നു. സംഭവം എന്താ, എനിക്ക് ആ ഒരു ഐഡിയ കിട്ടിയില്ല പെട്ടെന്ന്. കരടി എന്നെ ടൂക്കാണോ എന്നുള്ള എനിക്കൊരു ഡൗട്ട്. അവിടുന്ന് പിന്നല്ലേ എനിക്ക് മനസ്സിലായി രാജുവേട്ടാ. എന്താ പറയും, ഇതല്ലേ ഇങ്ങക്ക് ഐഡിയ ഇല്ലാന്ന് പറഞ്ഞു. സംഭവം എന്റെ കയ്യില് വില്ല് മാത്രമല്ലേ ഉള്ളൂ, അമ്പില്ല. അപ്പാട് ഞാൻ ഇങ്ങനെ നിന്നിട്ട് ഒരു മിനിറ്റ് ഒറ്റ മിന്നലാ. യുറേക്ക ബുദ്ധി. ഞാൻ ഈ പോകുന്ന യാത്രയിൽ എപ്പോഴും എന്റെ കയ്യിൽ വലത്തെ കയ്യിൽ ഒരു ചായ ഉണ്ടാവും. ചായ കപ്പ്. അപ്പൊ നിങ്ങക്ക് ഡൗട്ട് ഉണ്ടാവും ഏത് തണുക്കുന്നില്ലല്ലോ. തണുക്കുന്നില്ലേ എന്നല്ലേ. അതാ ഞാൻ പറഞ്ഞു ക്ഷത്രിയനല്ലേ, ചൂടുകൊണ്ട് ഇത് തിളച്ചു മറിയല്ലേ. ഞാനെന്താ ചെയ്ത് ഇങ്ങനെ തിരിഞ്ഞു നിന്നിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട് കരടിയുടെ ഈ കണ്ണോട്ട് ഇങ്ങനെ ഒറ്റ ചെരിക്കല. ഈ സാധനം ഒരു അമ്പ് പോലെ വില്ല് പോലെ ഇങ്ങനെ ട്യൂബ് പോലെ ഗ്ലാസിന്റെ ഒരു സാധനം. ഈ സാധനം എടുത്തിട്ടുണ്ടല്ലോ
ഒരൊറ്റ വിടലാ വാ, നേരെ കരടിയുടെ നെഞ്ഞത്ത്. സംഭവം. എന്നിട്ടേ ഞാൻ ചെന്ന് നോക്കി കരടിയുടെ അടുത്ത് പോയിട്ട് നോക്കുമ്പോ എന്താ കരടി പറയാണ്, യോദ്ധാവേ നിന്റെ പേരെന്താന്ന്. അപ്പൊ ഞാൻ അമരേന്ദ്ര വിജൂട്ടി എന്നൊരൊറ്റ വർത്താനാ. ക്ഷത്രിയനല്ലേ? ക്ഷത്രിയനല്ലേ? അത് കേട്ടപാട് എന്ത് വിടലാ വിടുന്ന് ചങ്ങായേ. അതന്നെയാടാ നമുക്ക് ചോദിക്കാനുള്ളത്, നീ എന്ത് വിടലാടാ വിടുന്ന്? പക്ഷെ എന്നോട് പകരം ചോദിക്കാൻ അതിന്റെ മക്കള് വരുന്നു പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായില്ലേ?